പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി വിൽപ്പന തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ASI ഉവൈസിനെയാണ് കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. കരങ്കണ്ണന്തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളൊഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി. അപ്പോൾ അവനൊരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വട്ടം വെച്ചതാണ്. വണ്ടി വട്ടം വെച്ച് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ്. അതിലാണ് കാലിൽ ഇതായത്. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീണ് എൻ്റെ കാലിന് ഈ പരിക്കുണ്ട്. ശ്രീമാന വാർത്തയുടെ ഒരു ശ്രീത്ത് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്, എന്തും ചെയ്യാൻ അറക്കാത്തവരാണ്. അപ്പോൾ അത്തരക്കാരെ നേരിടുമ്പോൾ കൂടുതൽ കരുതൽ വേണം എന്നതിൻ്റെ സൂചന കൂടിയാണ് ആ വാർത്ത. തീർച്ചയായും ആ ASI ഉവൈസിന് കാലിനാണ് കാര്യമായ രീതിയിലുള്ള പരുക്ക് ഏറ്റിരിക്കുന്നത്. ASI ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. എങ്ങനെ ലഹരി വ്യാപാരം നടക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ആ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. പോലീസിനെ കണ്ടയുടൻ തന്നെ ഈ കാറെടുത്ത് ഈ സംഘം അപ്പുറത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിച്ചു. മറ്റു പോലീസുകാർ മറുഭാഗത്തേക്ക് ചാടി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ശേഷം ഇദ്ദേഹത്തിൻ്റെ കാലിലേക്ക് കാറ് ഓടിച്ചു കയറ്റുകയായിരുന്നു. എന്തായാലും കാലിന് കാര്യമായ രീതിയിലുള്ള പരുക്ക് സംഭവിച്ചിട്ടുണ്ട്. SP-യുടെയും അതുപോലെ തന്നെ മറ്റു പോലീസുകാരുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഒരു ലഹരി മരുന്ന് സംഘത്തെ ഏതാണ്ട് പോലീസ് ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. അവർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ഈ സംഘം ആരാണെന്ന്. അവിടുത്തെ പ്രദേശത്തെ ഈ വടക്കഞ്ചേരി പാലക്കാട് മേഖലയിലെ പ്രധാനപ്പെട്ട ലഹരി കച്ചവടക്കാർ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കഞ്ചാവ് MDMA അടക്കമുള്ള വിൽപ്പന നടത്തുന്ന സംഘം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ല അവരെ പിടിക്കാനെന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ പ്രതികൾ വലയിലാകും. അതിൽ എത്ര പേരുണ്ട്, അത് എവിടെ വെച്ചാണ് ഈ സംഘം ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ വലയിൽ അവർ ഇന്ന് തന്നെ പെടും. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാനാകും. ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി സംഘത്തെ പിടിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ഇത് സൂക്ഷിക്കുകയാണ്. നേരത്തെ പെരുമ്പാവൂരിലെ ലിഷോയ് എന്ന് പറയുന്ന ആളെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു പോലീസുകാർ അദ്ദേഹത്തിന് പിന്നാലെ ഓടുന്ന ദൃശ്യങ്ങൾ നമ്മൾ സൂര്യസേന നമ്മളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ വല്ല മാരകായുധങ്ങളുണ്ടോ എന്നൊന്നും അറിയാതെ പോലീസുകാർ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കാണുമ്പോൾ പേടി തോന്നുന്നു. കാര്യം ഈ പോലീസുകാർ ഒന്നുമില്ല, ആയുധങ്ങളോ തോക്കോ ഒന്നും ഇല്ലാതാണ് പിന്നാലെ ഓടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കരുതണം എന്നുകൂടിയുള്ള സൂചനയാണ് ഈ വാർത്ത.